ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബാബു ചോദിച്ചതിന് യാതൊരു ഉത്തരവും പറഞ്ഞില്ല. ഈ ഗവൺമെൻറ് വന്ന ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ്. സാർ, യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ശമ്പളമില്ല. കാരണം യൂണിവേഴ്സിറ്റിയുടെ പണം ഗവൺമെൻറ് എടുക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കുന്നില്ല. DA 19% കൊടുക്കാനുണ്ട്. ലീവ് സറണ്ടർ മരവിപ്പിച്ചു. അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ സർവ്വ ജീവനക്കാരും ഇതിനെതിരായി അണിനിരന്നിട്ടുള്ളത്. വീണ്ടും അവരുടെ കയ്യിൽ നിന്നുള്ള വരുമാനം എടുത്ത് ഗവൺമെൻറ്റിന് വേസ് ആൻഡ് മീൻസിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗം കണ്ടുപിടിക്കുകയാണ് എന്നാണ് ഇവിടെ ആളുകൾ കരുതുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരോടുള്ള ഈ ക്രൂരത അങ്ങ് സൂചിപ്പിച്ചല്ലോ. പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ഞങ്ങളാണ്, നിങ്ങളത് തിരുത്തുമെന്ന് പറഞ്ഞ് വന്നവരാണ്. 8 വർഷമായി നിങ്ങൾ എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല? സാർ, CPIയുടെ ജോയിന്റ് കൗൺസിലിൽ സുപ്രീം കോടതി പോകേണ്ടി വന്നു അതിന്റെ ഒരു കോപ്പി കിട്ടാൻ. ഈ പഠനം നടത്തിയ കമ്മീഷന്റെ കോപ്പി കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജോയിന്റ് കൗൺസിലിന്. സാർ, ഈ സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകും. സാറേ, ഈ അദ്ദേഹം നേരത്തെ ശ്രീ കെ ബാബു ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെന്നാ. ശ്രീ കെ ബാബു ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് തന്നെയാണ് നിന്നത്. പക്ഷേ വിശദമായിട്ട് ഞാനതിന് മറുപടി പറയാൻ നിന്നാൽ ബഹുമാനപ്പെട്ട സ്പീക്കർ സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഇന്ന് ആ സബ്ജക്റ്റ് തന്നെയാണ്. സാർ, ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും സംസ്ഥാന സർക്കാരിൻ്റെ പൊതുപ്രവർത്തനത്തോടെയും എന്താ ഇടതുപക്ഷത്തിൻ്റെ നയം? സാർ, ലെസ് ഗവേണൻസ് ഈസ് ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ആദ്യമായി പറഞ്ഞത് ശ്രീ മൻമോഹൻ സിംഗാണ്. ഇപ്പം നോ ഗവേണൻസ് ഈസ് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞത് മോഡിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുമ്പോൾ എന്താ നിങ്ങൾ ചെയ്തേ? പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുകയാണല്ലോ. ഈ 8 വർഷം നിങ്ങൾ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ പെൻഷൻ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്നത്. രാജസ്ഥാൻ ഗവൺമെൻറ് കൊണ്ടുവന്ന് പറഞ്ഞു, നടപ്പിലാക്കാൻ പറ്റിയോ? കാരണം കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടിയേ പറ്റുമോ? ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട്. ഞങ്ങൾ ആൾക്ക് അഷ്വേർഡ് ആയിട്ടുള്ളൊരു പെൻഷൻ കൊടുക്കും എന്നുള്ള ധാരണ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സമീപനങ്ങൾ എടുക്കും. ഇത് കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ അനുവദിച്ചില്ല. നിങ്ങൾ രാജസ്ഥാനിൽ പറഞ്ഞു. സാർ, ഇന്ത്യയിലാകെ PSC വഴി എടുക്കുന്ന ആളുകൾ കേരളം എന്ന് പറയുന്ന 3% താഴെയുള്ള ഒരു സ്ഥലത്താണ് സാർ ഇന്ത്യയിൽ കഴിഞ്ഞ 2022-23 ആകെ നടത്തിയ PSC അപ്പോയിൻമെൻറ്റ്. UPSC പറഞ്ഞതാണ് PSC അപ്പോയിൻമെൻറ്റിൽ 60% കേരളത്തിൽ നടപ്പിലാക്കിയത്. അങ്ങനെ സംസ്ഥാനത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ പറ്റൂ. കേരളത്തെ അങ്ങ് തകർത്ത് കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിൻ്റെ കൂടെ കൈയടിച്ചുകൊണ്ട് ശ്രീ കെ ബാബു ആയാലും രമേശ് ചെന്നിത്തല ആയാലും നിന്നാൽ, കേരളത്തിലെ പ്രതിപക്ഷം നിന്നാൽ കേരളത്തിലെ പൊതു സംവിധാനങ്ങൾ നിലനിൽക്കില്ല. ഇവിടെ ജീവാനന്ദ പദ്ധതി അങ്ങ് പിൻവലിക്കണമെന്ന് പറയാം. സാർ, ജനിക്കാനിരിക്കുന്ന കുഞ്ഞ്, ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്ന സമീപനമുണ്ടല്ലോ ഈ പ്രതിപക്ഷത്തിന്റെ. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് അവർക്ക് തീരുമാനിക്കുക ജീവാനന്ദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നു. ജീവാനന്ദം പദ്ധതി അങ്ങനെയല്ല. ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർന്നാൽ മതി. അങ്ങനെ ഒരു സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി വരുന്നതിന് ഇപ്പോഴേ നിങ്ങൾക്ക് ആശങ്കയാണ്. ആ ആശങ്ക വേണ്ട, ആശങ്കയില്ലാതെ നടപ്പാക്കാൻ പറ്റും.